കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവൈരലി പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 24 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് ഒലിവിൽ നിന്നെടുത്ത ശുദ്ധമായ എണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ ജനത്തോട് പറയുക. സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രദോഷം മുതൽ പ്രഭാതം വരെ നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ അഹറോൻ അത് സജ്ജമാക്കി വെക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് എന്നേക്കുമുള്ള നിയമമാണിത്. കർത്താവിൻ്റെ സന്നിധിയിൽ ദീപപീഠത്തിന്മേൽ അവൻ ദീപങ്ങൾ നിരന്തരം ഒരുക്കി വയ്ക്കണം. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ ഒരിക്കലും അണയാത്ത ഒരു ദീപം, ആ ദീപത്തെപ്പറ്റി പുരോഹിതനോട്, പ്രത്യേകിച്ച് അഹറോനോട് കർത്താവ് പറയുകയാണ്. വിളക്കുകൾ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നതിന് അഹറോൻ എപ്പോഴും ഈ പ്രഭാതത്തിൽ അത് സജ്ജമാക്കി വെക്കണം. ശുദ്ധമായ എണ്ണ കൊണ്ടുവന്ന് സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെയും നിരന്തരം അത് കത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ തലമുറകൾക്ക് അതെന്നേക്കുമുള്ളൊരു നിയമമാണിത്. അപ്പോൾ പ്രദോഷം മുതൽ പ്രഭാതം വരെ എന്ന് പറയുമ്പോൾ രാത്രിയിൽ ഈ വിളക്കണയുവാൻ പാടില്ല. രാത്രികാലത്ത് എല്ലാവരും വിശ്രമിക്കുമ്പോഴും കർത്താവിൻ്റെ മുൻപിൽ ആരെങ്കിലും ഈ വിളക്കണയാതെ കാത്തു സൂക്ഷിക്കാനുണ്ടാകണമെന്നും രാവും പകലും നിങ്ങൾ ദൈവസന്നിധിയിൽ ജാഗ്രതയോടെ വർത്തിക്കണമെന്നുമുള്ള ഒരു സൂചനയാണ് വചനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. അതുകൊണ്ട് രാത്രി മുഴുവൻ അണയാതെ നിൽക്കുന്നൊരു ദീപം, അതൊരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ ഒരു ശ്രദ്ധയും സമർപ്പണവുമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ നാം വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയമുണ്ട്. ചില കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളിൽ, ബലിപീഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ബലിയർപ്പണം, ബലിപീഠവുമായി ബന്ധപ്പെട്ട നമ്മുടെ അനുദിന സമ്പർക്കങ്ങൾ, ഇതിലൊക്കെ ഒരു വിളക്ക് അണയാതെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണമെന്ന് വചനം ഓർപ്പിക്കുകയാണ്. അപ്പോൾ രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിളക്ക് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ സമർപ്പണത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും എരിഞ്ഞുകൊണ്ടേയിരിക്കണം. ദൈവത്തെ പറ്റിയുള്ളൊരു തീഷ്ണത കൊണ്ട് എരിയുന്ന ഒരു ഹൃദയം നാം സ്വന്തമാക്കിയെടുക്കണമെന്ന് വചനം ഓർപ്പിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു സമീപനം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ തീർച്ചയായും നമുക്ക് ആ മേഖലകളിൽ ദൈവത്തിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങളിലേക്ക് ചെന്നെത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവിടെ അഹറോൻ ദൈവസന്നിധിയിൽ നിരന്തരമായി ആയിരിക്കേണ്ട, നിരന്തരമായി ജാഗ്രതയോടെ വർത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടാണ് അത് കത്തിക്കേണ്ടത്. അപ്പോൾ ഈ ശുദ്ധമായ എന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു തലമാണ്. അശുദ്ധിയോടുകൂടി ബലിപീഠത്തെ സമീപിക്കുവാൻ പാടില്ല. വിശുദ്ധിയോടെ ശുദ്ധമായ മനസ്സോടും ഹൃദയത്തോടും കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇസ്രായേൽ ജനത്തോട് കർത്താവ് കൽപ്പിക്കുന്നത് പോലെ സമാഗമ കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് കത്തി നിൽക്കുന്ന ഈ വിളക്ക് ഒരു ജനം ദൈവത്തിന് കൊടുക്കുന്നൊരു വിലയുടെ പ്രകാശമാണ്. ആ പ്രകാശത്തിലാണ് ഈ ജനം മുന്നോട്ട് നടക്കേണ്ടത്. ദൈവസന്നിധിയിൽ എരിയുന്ന വിളക്കുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമെന്നും പ്രാർത്ഥനയിലൂടെ നാം സമർപ്പിക്കുന്ന തീജ്വാലകളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കുറ്റാക്കുരുട്ടിലെ പ്രകാശമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്